കൂർഗ് ഇന്ത്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൂർഗ്. ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും സാമ്യങ്ങളാണ് ഇതിന് കാരണം. കൂർഗ് എന്നും കുടകെന്നും വിളിക്കപ്പെടുന്ന ജില്ലയുടെ ആസ്ഥാനമാണ് മടിക്കേരി. മുതുരാജ മഹാരാജാവിന്റെ തലസ്ഥാനം എന്നർത്ഥം വരുന്ന മിഥുരാജ നഗേരി എന്നായിരുന്നു ഇതിന്റെ യഥാർത്ഥ പേര്. സമുദ്രനിരപ്പിൽ നിന്നും 1170 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ താപനില 8 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. സത്യത്തിൽ ഈ തണുപ്പും മനോഹരമായ ഭൂപ്രകൃതിയുമെല്ലാമാണ് കൂർഗിനെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാക്കിയത്. കൂർഗിലേക്ക് എങ്ങനെ എത്താം, എന്തെല്ലാം ഇവിടെ കാണാനുണ്ട്, താമസം, ഭക്ഷണം എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോ. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് കൂടി ഇരിട്ടി വഴിയാണ് ഞങ്ങൾ കൂർഗിലെത്തിയത്. വയനാട്ടിൽ നിന്നും കൂർഗിലേക്ക് എത്താൻ സാധിക്കും. മൈസൂർ കറങ്ങാൻ പോകുന്ന പലരും കൂർഗും അവരുടെ ഡെസ്റ്റിനേഷനായി ആഡ് ചെയ്യാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും മാംഗ്ലൂരിൽ നിന്നും ഊട്ടിയിൽ നിന്നുമെല്ലാം സഞ്ചാരികൾ എത്താറുണ്ട്. തിരക്ക് കുറഞ്ഞ മികച്ച റോഡുകളായതിനാൽ കാറിലോ ബസ്സിലോ എത്തിപ്പെടുന്നത് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇരിട്ടിയിൽ നിന്നും ഏതാണ്ട് 2 മണിക്കൂർ യാത്രയാണ് മടിക്കേരിയിലേക്കുള്ളത്. ഞങ്ങൾ വൈകുന്നേരമായപ്പോഴേക്കാണ് സ്ഥലത്തെത്തിയത്. നമുക്കിനി പതുക്കെ മടിക്കേരി കാണാം. ആദ്യമേ രാജാ സീറ്റ്. മടിക്കേരിയുടെ നഗരഹൃദയത്തിലാണ് രാജാ സീറ്റ് എന്നറിയപ്പെടുന്ന മനോഹരമായ ഈ സ്ഥലമുള്ളത്. ഉദയാസ്തമയങ്ങൾ കാണാനും റിലാക്സ് ചെയ്യാനുമായി രാജാക്കന്മാരും റാണിമാരുമെല്ലാം വന്നിരിക്കാറുള്ള സ്ഥലമാണ് പിന്നീട് രാജാ സീറ്റ് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. രാജാ സീറ്റിരിക്കുന്ന പാർക്കിലേക്കുള്ള പ്രവേശനത്തിന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അതിനകത്ത് കുട്ടികൾക്കുള്ള ചെറിയ പ്ലേ ഏരിയകൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സാഹസിക വിനോദങ്ങളും ഇവിടെയുണ്ട്. ഇതിനെല്ലാം പ്രത്യേക ചാർജുകളുമുണ്ട്. രാജാക്കന്മാരും മറ്റും വന്നിരിക്കാറുണ്ടായിരുന്ന സ്ഥലം വൃത്തിയായി കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇരിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനുമുള്ള സൗകര്യങ്ങളും ഇപ്പോൾ ധാരാളമായുണ്ട്. പണ്ട് കുറച്ചു പേർക്ക് മാത്രം ആസ്വദിക്കാൻ സാധിച്ചിരുന്ന ഈ മനോഹര കാഴ്ചകൾ ജനാധിപത്യ കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാകുന്നു. മഞ്ഞു പുതച്ചു കിടക്കുന്ന മലമടക്കുകളും അസ്തമയ സൂര്യന്റെ ടാറ്റ പറച്ചിലുമെല്ലാം ഓർത്തിരിക്കാനാകുന്ന അനുഭവങ്ങളാണ് സമ്മാനിക്കുക. ഗാർഡൻ ചുറ്റിക്കറങ്ങുമ്പോൾ ഒരു ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടാൽ പേടിക്കേണ്ട. അത് പൂന്തോട്ടത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഒത്ത കരിവീരനാണ്. ആനയുടെ അടുത്ത് പോകാൻ പേടിയുള്ളവർക്ക് വരെ ആശാന്റെ കൊമ്പിൽ തൊടാം. ഇരുട്ടി തുടങ്ങിയാൽ മ്യൂസിക്കൽ ഫൗണ്ടന്റെ പ്രകടനവും കൂടി കണ്ടേ അവിടെ നിന്ന് നീങ്ങാവൂ. ഡിജിറ്റൽ ദൃശ്യാനുഭവങ്ങളുടെ കാലത്ത് മ്യൂസിക്കൽ ഫൗണ്ടൻ ഒരു അത്ഭുതമായൊന്നും തോന്നില്ലെങ്കിലും അത് കാണാൻ ജനങ്ങൾ ചുറ്റും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളും തിക്കിത്തിരക്കി ഫൗണ്ടനരികിലേക്ക് ചെല്ലും. സുഖകരമായ ചെറിയ തണുപ്പിലൂടെ പൂക്കളെയും തഴുകി പുറത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറുതായി വിശക്കാൻ തുടങ്ങും. കൂർഗന്മാരുടെ പോർക്ക് വളരെ പ്രശസ്തമാണ്. നേരത്തെ കേട്ടിരുന്നതിനാൽ ടൈഗർ ടൈഗർ എന്ന തനതായ രുചിക്ക് പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. കുടംപുളിയുടെ ഒരു പ്രത്യേക സോസോ മറ്റോ ചേർക്കുന്നതിനാൽ ആസ്വാദ്യകരമായ ഒരു പ്രത്യേക രുചിയായിരുന്നു പോർക്കിന്. മറ്റ് ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടത്ര ഓപ്ഷനുകളുണ്ട്. താമസ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട. 5 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടലുകൾ തൊട്ട് വൃത്തിയായും വെടുപ്പായും പരിപാലിക്കുന്ന ഹോം സ്റ്റേകൾ വരെ ഇവിടെ ലഭ്യമാണ്. ആരുടെ പോക്കറ്റിനും ചേരുന്ന നിരക്കിലുള്ള താമസ സൗകര്യങ്ങൾ ടൗണിൽ നിന്നും അധികം ദൂരെയല്ലാതെ ലഭിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക വേണ്ട. ശുദ്ധമായ വായുവും വെള്ളവും സമാധാന അന്തരീക്ഷവും ആസ്വദിക്കാൻ വേണ്ടി മാത്രം കൂർഗിലെത്തുന്നവരുമുണ്ട്. രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞ് അബേ ഫാൾസ് കാണാനാണ് ഞങ്ങൾ പോയത്. നഗരഹൃദയത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയാണ് അബേ ഫാൾസ് ഉള്ളത്. 200 പടികൾ ഇറങ്ങി വേണം ഈ വെള്ളച്ചാട്ടത്തിനരികിലെത്താൻ. കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഈ പടിക്കെട്ടുകളുടെ 2 പുറവും ഇടതൂർന്ന കാപ്പിത്തോട്ടവും പടുകൂറ്റൻ വൃക്ഷങ്ങളുമാണ്. വെള്ളച്ചാട്ടം കാണുന്നതിനായി ഒരു സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം പേർ അവിടെ നിന്ന് ഫോട്ടോയെല്ലാം എടുത്ത് ഡിജിറ്റൽ സ്മരണകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിരപ്പള്ളിയുടെ ഗാംഭീര്യമോ വലിപ്പമോ ഇല്ലാത്തതിനാൽ അത്ര വലിയ ഇംപ്രഷനൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം വെള്ളച്ചാട്ടം വരെയുള്ള നടപ്പാതകളാണ്. കാടിനുള്ളിലൂടെ നടക്കുന്ന ഒരു ഫീൽ തരുന്ന നടപ്പാതകളും ചുറ്റുമുള്ള കാഴ്ചകളും ഹൃദയം കുളിർപ്പിക്കും. അബയിലേക്കുള്ള വഴിയിൽ ഒരു പടുകൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ കണ്ടിരുന്നു. നിർമ്മാണം കഴിഞ്ഞ് അധികമായിട്ടില്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. തിരിച്ചു വന്നപ്പോൾ അതിലൂടെ നടക്കാനുള്ള ആവേശമായിരുന്നു ഉള്ളിൽ. ഉയരത്തിൽ നിന്ന് കാട് കാണുന്നതിനൊപ്പം ഗ്ലാസിന്റെ മേൽ നിൽക്കുന്ന സാഹസികതയും മനസ്സിനെ ത്രസിപ്പിക്കും. ഏതായാലും തിരിച്ചു വരുമ്പോൾ കൊടുത്ത കാശ് മുതലായൊരു ഫീലാണ് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് തരിക. ഇനി നമുക്ക് കാണാനുള്ളത് മടിക്കേരി ഫോർട്ടാണ്. മുതുരാജാക്കന്മാർ പണിത കോട്ട പിന്നീട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമെല്ലാം പുതുക്കി പണിതും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയുമാണ് നിലവിൽ കാണുന്ന അവസ്ഥയിലായത്. പടുകൂറ്റൻ ഒരു കൊട്ടാരത്തിന് ചുറ്റുമായാണ് ഫോർട്ട് നിലകൊള്ളുന്നത്. കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ഓംകാരേശ്വര ക്ഷേത്രം. ഇസ്ലാമിക വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന
ഈ ക്ഷേത്രത്തിന് പുറകിൽ ഒരു കഥയുണ്ട്. ലിംഗരാജേന്ദ്ര രണ്ടാമന് രാഷ്ട്രീയമായ ചില കാരണങ്ങളാൽ ഒരു ബ്രാഹ്മണനെ കൊല്ലേണ്ടി വന്നു. പിന്നീട് ബ്രഹ്മരക്ഷസ് രാജാവിനെ പേടിപ്പിക്കാനും മാനസികമായി പീഡിപ്പിക്കാനും തുടങ്ങി. ഇതിനൊരു പരിഹാരമായാണ് രാജാവ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ക്ഷേത്രത്തിന്റെ മറ്റൊരു ആകർഷണമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു കുളം. അതിൽ നിറച്ച് മത്സ്യങ്ങൾ. വിവിധ വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളും അവിശ്വസനീയമായ ശാന്തതയുമുള്ള ഈ അന്തരീക്ഷം നമ്മുടെ മനസ്സുകളിലും അസാധാരണമാം വിധം സമാധാനം നിറയ്ക്കും. ഉച്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ മടിക്കേരിയോട് വിട പറഞ്ഞു. ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു അടുത്ത ലക്ഷ്യസ്ഥാനം. മടിക്കേരിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ട്. ഇന്ത്യയിലെ ഒരു പ്രധാന ടിബറ്റൻ സെറ്റിൽമെന്റും കർണാടകത്തിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഇവിടം. 16,000-ലധികം അഭയാർത്ഥികളും 600ഓളം ബുദ്ധഭിക്ഷുക്കളും ഇവിടെയുണ്ട്. ഒരു 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള ഒരു ചക്രവും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ബുദ്ധചിഹ്നങ്ങളും മറ്റൊരു രാജ്യത്ത് എത്തിപ്പെട്ട അവസ്ഥയായിരിക്കും നമുക്ക്. എവിടെ തിരിഞ്ഞാലും സ്വർണ്ണ നിറവും തെളിഞ്ഞ മുഖവുമുള്ള ബുദ്ധഭിക്ഷുക്കളും അവരുടെ പ്രാർത്ഥനകളുടെ താളാത്മകതയും ശൈലിയുമെല്ലാം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ടൂറിസ്റ്റുകളുടെ തിക്കും തിരക്കുമെല്ലാം അവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നുണ്ടാവാമെങ്കിലും അതൊന്നും ബാധിക്കാത്തതുപോലെയാണ് അവിടെയുള്ളവരുടെ പെരുമാറ്റം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗോൾഡൻ ടെമ്പിൾ മതിൽക്കെട്ടിനകത്തെ വൃത്തിയാണ്. ഇത്രയധികം പേർ സന്ദർശിക്കുന്ന സ്ഥലമായിട്ട് പോലും വളരെ വൃത്തിയും വെടുപ്പുമായാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ണും മനവും നിറയ്ക്കുന്ന ഈ കാഴ്ചകളോടെ നമുക്ക് കൂർഗിനോട് വിട പറയാം.